ഫുട്ബോളിലൂടെ ഇസ്ലാമികത കടത്തിവിടാൻ ഇപ്പോഴല്ല ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയത്. ഇസ്ലാം ശ്രമിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്തുകൊണ്ടെന്നാൽ ഈ ഫുട്ബോൾ ലീഗുകളിലേക്ക്, അതായത് അത് ഒരു പഠന റിപ്പോർട്ടുകൾ തന്നെയുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതുപോലെ തന്നെ മറ്റ് ലീഗുകളിലേക്ക് ഇസ്ലാമിക താരങ്ങൾ, ഇസ്ലാമിക ഐക്കൺസ്, അതായത് കരീം ബെൻസമ, പോൾ പോഗ്ബ പോലെയുള്ള വളരെ പേരുകേട്ട ഇസ്ലാമിക താരങ്ങൾ മത്സരിക്കാനെത്തിയതിന് പിന്നാലെയാണ് ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ, സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇസ്ലാമിക വൽക്കരണം ക്രമേണ വന്നത്. അതായത് ഇവർ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഒരു പ്രൊമോട്ടർമാർ, ലോകത്തിന് വെളിച്ചമേകിയ മഹാരഥന്മാരായ ആളുകളുടെ പെറ്റുനോവ് അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച മണ്ണിനെ കുറിച്ച് ഓർക്കുകയാണെന്ന് ഓരോ രാപ്പാടിയും കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നഷ്ടമായല്ലോ മുസൽമാൻ, നഷ്ടമായല്ലോ മുസൽമാൻ, നഷ്ടമായല്ലോ മുസൽമാൻ. സ്പെയിൻ നമ്മുടേതായിരുന്നു, സ്പെയിൻ നമ്മുടേതായിരുന്നു. വൈജ്ഞാനിക സർവകലാശാലകൾ നിറഞ്ഞു നിന്നിരുന്ന സ്പെയിൻ, കർഡോവ എന്ന് പറയുന്ന നഗരത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അതിന്റെ പേരും കർഡോവ. 1.5 ലക്ഷത്തോളം ഗ്രന്ഥങ്ങളാണ് കർഡോവ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ, ഇന്ന് സ്പെയിൻ എന്ന് കേട്ടാൽ നമ്മുടെ കുട്ടികളോട് ഏതാണ് സ്പെയിൻ എന്ന് ചോദിച്ചാൽ അവർ ഉടൻ പറയുന്നൊരു മറുപടി വേൾഡ് കപ്പ് എടുത്ത സ്പെയിനിനെ കുറിച്ചാണ്. നമുക്കറിയുന്ന ഒരു സ്പെയിൻ, വേൾഡ് കപ്പ് എടുത്ത സ്പെയിനിനെയാ നമുക്കറിയൂ എങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്പെയിൻ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് കർഡോവ എന്ന് പറയുന്ന മഹാ യൂണിവേഴ്സിറ്റിയെ ലോകത്തിന് സമ്മാനിച്ചത് നമ്മളായിരുന്നു. 1.5 ലക്ഷം ഗ്രന്ഥമാണ്. ഇബ്നു സീനായെ ലോകത്തിന് സമ്മാനിച്ചവർ നമ്മളല്ലേ? അവിസന്ന എന്ന പേരിൽ ആ മഹാമനീഷി യൂറോപ്പിൽ അറിയപ്പെട്ടില്ലേ പ്രിയപ്പെട്ടവർ? ആ മഹാരഥന്റെ തൂലികയിൽ നിന്ന് വാർന്നു വീണ ഗ്രന്ഥമാണ് അൽ ഖാനൂനു ഫിത്തിബ്, അൽ ഖാനൂനു ഫിത്തിബ്, വൈദ്യശാസ്ത്രത്തിന്റെ മാഗ്നാ കാർട്ട എന്ന പേരിൽ ലോകത്തറിയപ്പെടുന്ന മഹാഗ്രന്ഥമാണത്. ദ ഫാദർ ഓഫ് മെഡിസിൻ, ദ ഫാദർ ഓഫ് മെഡിസിൻ, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലാണ് അവിസന്ന യൂറോപ്പിൽ അറിയപ്പെട്ടത് പ്രിയപ്പെട്ടവരെ. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടാൻ മാത്രം അവിസന്ന ശ്രദ്ധേയമായ ഗ്രന്ഥം ഒരു അൽ ഖാനൂൻ ഫിത്തിബ് മാത്രമല്ല, ദ ബൈബിൾ ഓഫ് മെഡിസിൻ എന്നാണ് അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തെ കുറിച്ച് അഭിമാന പുരസ്സരം യൂറോപ്പ് വാഴ്ത്തി പറഞ്ഞത്. എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്നും മെഡിക്കൽ ബിരുദം ലഭിക്കണമെങ്കിൽ അൽ ഖാനൂനു ഫിത്തിബ് എന്ന് പറയുന്ന 16-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മുസ്ലിം സ്പെയിനിലെ സർവകലാശാലയിൽ ഇരുന്ന് ഗ്രന്ഥരചന നടത്തിയ അവിസന്ന എന്ന് പറയുന്ന മഹാരഥന്റെ ആ ഗ്രന്ഥത്തെ കുറിച്ച് 2 തീസിസ് തയ്യാറാക്കാതെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം ലഭിക്കുകയില്ല ഇന്നുവരെ. ഇബ്നു ഹിബ്ബാനെ ലോകത്തിന് സമ്മാനിച്ചവരാ നമ്മള്. ജാബിർ ഇബ്നു ഹയ്യാൻ രസതന്ത്രത്തിൽ ലോകത്തിന് സമ്മാനിച്ച മഹാനുഭാവനാണ്. അൽ അസ്മാഇ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് സസ്യശാസ്ത്രത്തെ കുറിച്ച് പുസ്തകം രേഖപ്പെടുത്തിയത്. അൽ ഖവാറസ്മിയാണ് ഗണിതശാസ്ത്രം രൂപപ്പെടുത്തിയത്. അംർ ഇബ്നു ബഖർ അൽ ജാഹിൽ എന്ന് പറയുന്ന മഹാനാണ് ജന്തുശാസ്ത്രം രൂപപ്പെടുത്തിയത്. ഇബ്നു ഇസാഖ് അൽ കിന്ദി എന്ന് പറയുന്ന ആളാണ് ഊർജതന്ത്രത്തെ കുറിച്ച് ഗ്രന്ഥരചന നടത്തിയത്. സാബിത്ത് ഇബ്നു ഖുറയാണ് ഗോളശാസ്ത്രത്തിന് വലിയ ഗ്രന്ഥരചന നടത്തിയത്. അബ്ബാസ് ഇബ്നു ഫിർദൗസ് ആണ് പ്രിയപ്പെട്ടവരെ ഇന്നും നിലനിൽക്കുന്ന മഹാഗ്രന്ഥമാണ്. വാന നിരീക്ഷണത്തിന്റെ ബേസ് ആണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. അലി ഇബ്നു റബ്ബാൻ അൽ ഖുബരിയാണ് കാലിഗ്രാഫിയെ കുറിച്ച്, അതിന്റെ രൂപഭാവങ്ങളെ കുറിച്ച് മനോഹരമായ വിശദീകരണം നടത്തിയത്. അൽ ബത്താനി ഭൂമിശാസ്ത്രത്തിലെ സാന്നിധ്യമാ. അൽ ഫർഖാനി വാസ്തുവിദ്യ
വിദ്യയെ രൂപപ്പെടുത്തിയ ആളാ. അൽ റാസി വൈദ്യശാസ്ത്രം, ഗോളശാസ്ത്രം, രസതന്ത്രം അവയിലൊക്കെ വിൽപ്പത്തി നേടിയ മഹാന. അൽ ഫാറാബി തർക്കശാസ്ത്രത്തിന്റെ പിതാവ. അബുൽ ഹസൻ അൽ മസ്ഊദി ചരിത്രത്തെ കുറിച്ച് ഗ്രന്ഥരചന നടത്തിയ ആളാ. അൽ സൂഫിയാണ് മറ്റൊരു ഗോളശാസ്ത്രത്തിന്റെ പിതാവ്. അബുൽ ഖാസിം അൽ സഹ്റാവിയാണ് ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവായി അറിയപ്പെടുന്നത്. ഓപ്പറേഷന്റെ നൂല് കണ്ടുപിടിച്ച മഹാനാണ് പ്രിയപ്പെട്ടവരെ. അൽ സഹ്റാവി എന്ന് പറയുന്ന അബുൽ ഖാസിം അൽ സഹ്റാവി, അദ്ദേഹത്തിന്റെ മഹാഗ്രന്ഥത്തിൽ നിന്നാണ് ആധുനികമായ ഓപ്പറേഷന്റെ ആദ്യ ബാലപാഠം ലോകം പകർത്തിയത്. മുഹമ്മദ് അൽ ബുസ്ജാനി എന്ന ശാസ്ത്രജ്ഞനാണ് ജ്യോമതിയെ കുറിച്ച് പുസ്തകരചന നടത്തിയത്. ഇബ്നുൽ ഹൈസമാണ് പ്രകാശശാസ്ത്രത്തെ ലോകത്തിന് സമ്മാനിച്ചത്. അബൂ റൈഹാൻ അൽ ബിറൂനിയാണ് ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കി ഗ്രന്ഥരചന നടത്തിയത്. ഇബ്നു സീന നമ്മൾ നേരത്തെ പറഞ്ഞ ആളാ. അൽ സർഖാലിയാണ് അസ്ട്രോലാബ് എന്ന് പറയുന്ന സംവിധാനം കണ്ടുപിടിച്ചത്.